ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും, അതായത് എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. കാരണം എല്ലാ ഭക്തമക്കളും ഭഗവാന്റെ സന്തതികളാണല്ലോ. എല്ലാവരും അവിടുത്തെ സൃഷ്ടിയാണെങ്കിൽ തന്നെയും ഭഗവാനെ അറിയാൻ വേണ്ടി ഭഗവത് പാരായണങ്ങൾ കേൾക്കുകയും അത് ചൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭഗവാന് തുല്യമാണ് എനിക്ക് എൻ്റെ ഭക്തമക്കൾ. അതുകൊണ്ട് അവരെല്ലാം ഭഗവാൻ അർപ്പിക്കുക. ഇവിടെ കമൻസ് തന്നവരും തരാത്തവരും എല്ലാവരെയും ഭാഗവതം ആരാണിത്, എപ്പോഴും എവിടെ ഇതിൽ തന്നെ ആവണമെന്നില്ല, എവിടെ ഏതായാലും ഭക്തമക്കളാണോ അവരെല്ലാം ഭഗവാൻ അർപ്പിക്കുന്നു. ഷൈലു കാപ്പാട്, ജഗദമ്മ, ബിജു, പ്രസന്ന, രുക്മിണി മോഹൻ, ജയാനിൽ, നിർമ്മല പവിത്രൻ, ഗീതാ നായർ, നിർമ്മല രാജൻ, വിലാസിനി വലിയപറമ്പിൽ, ഓമന മുരളീധരൻ, പ്രീജ, അത് UK നിന്നാണ്, പ്രീജ ഉദ്രഷ്, സുലോചന അഖിൽ, ശ്രീല, നിർമ്മല രമേഷ്. ഭക്തി വർദ്ധിക്കുമ്പോൾ രോമാഞ്ചം വരും മക്കളെ. എന്നിട്ട് വെക്കം തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ഖേദം ഉണ്ടാകും. അത് ഒരു മകളുടെ അഭിപ്രായം. പ്രസന്ന പറയുന്നു അങ്ങനെ ഉണ്ടായി. അതപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിന് മുന്നേ അത് ഈ ഒരു അവസ്ഥയില്ലായിരുന്നു. ഈ അവസ്ഥ മുന്നോട്ട് പോകും തോറും പിന്നെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥനയിൽ കൂടി ഇതത്രയും വന്നു കഴിയും. പിന്നെ നമുക്ക് ഈ ധ്യാനത്തിൽ പിന്നെ അങ്ങ് മുഴുകിയിരിക്കണം. അപ്പോൾ നമുക്ക് പിന്നെ ഈ പ്രാർത്ഥനകളെല്ലാം കുറച്ചിട്ട് ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള അങ്ങനെ ഓരോ ചുവടുവെപ്പാണ്. ഇതിപ്പോൾ നമ്മൾ LKG UKGയിലാണ് ഈ രോമാഞ്ചം ഉണ്ടാകാനും ഭക്തി വർദ്ധിക്കാനാണ് നമ്മൾ ഭാഗവതം വായിച്ച് കേൾക്കുക, ആരാധിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. ആദ്യ ചുവടുകളാണ്. അത് കഴിഞ്ഞ് പോകെ വരുമ്പോൾ നമുക്ക് ഭക്തി അങ്ങേയറ്റാകുമ്പോൾ നമ്മൾ ആർത്തി പിടിച്ച് ധ്യാനിക്കാനങ്ങ് ഇരിക്കും. പിന്നെ ഭഗവാനെ സാക്ഷാത്കാരം നേടി അല്ലാതെ അടങ്ങത്തില്ലെന്ന് ഒരു ചിന്ത നമ്മുടെ ഉള്ളത്തിൽ നിന്നുണ്ടാകും. നമുക്ക് അറിയത്തില്ല, നമ്മുടെ ഉള്ളത്തിൽ അത് ഉണ്ടായി വരും. അങ്ങനെ നമ്മൾ ധ്യാനിക്കാൻ എത്ര നേരം ഇരിക്കുമെന്നൊന്നും അറിയില്ല. കണ്ണുനീര് കൊണ്ട് മൂടിയിരിക്കും നമ്മൾ എണീക്കുമ്പോൾ. അങ്ങനെ ആകാനാണ് ഇതിൻ്റെ ചുവടാണ് ഈ പ്രാർത്ഥനകൾ. ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ കേൾക്കുകയും അതിനാണ് വേദവ്യാസ മഹാമുനി ഈ ഭാഗവതം ചമച്ച് വെച്ചതുപോലും അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം ആദ്യ ചുവടായിട്ട് ഇതെല്ലാം എടുക്കണം. അതേസമയം കഴിഞ്ഞ ജന്മത്തിതെല്ലാം എടുത്തവർക്കാണെങ്കിൽ പാടില്ല. അവർക്ക് ധ്യാനിച്ച് ആർത്തി പിടിച്ചങ്ങ് ധ്യാനിച്ച് എടുത്തോളും. കാരണം ഇതൊക്കെ കഴിഞ്ഞ ജന്മമേ എടുത്തവരായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇനിയും കേൾക്കണം തോന്നുകയും ചെയ്യും ഭക്തന്മാർക്ക്. അങ്ങനെയാണ്. ഇപ്പോൾ ആ കുട്ടിയാണ് എന്നെക്കൊണ്ട് രണ്ടാമത് ഇടിയിപ്പിച്ചത്. 2 വരികളും അമ്മ ഇട്ട് തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതും അതുപോലെ വേറെയും പല മക്കളും, നിർമ്മല പവിത്രനും രുക്മിണി മോഹനും ഒക്കെ എനിക്ക് ആദ്യ പിള്ളേരാണ്. അവരൊക്കെയാണ് എന്നെ ഇത്രയും, അല്ലെങ്കിൽ ഞാനിത് കുറച്ച് നാൾ 2-3 തവണ ആയിട്ട് പിന്നെ അങ്ങ് നിർത്തണം അല്പം എന്നുള്ള ചിന്തയേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് എന്നെക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ വീണ്ടും ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എനിക്ക് എന്തറിയാനാ. എല്ലാവരും ഞാൻ ഭഗവാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണം, ആയുസ്സും ആരോഗ്യവും ഉണ്ടാകണം, രോഗശാന്തി, എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാമം ചൊല്ലിയിട്ട് 2 ഖണ്ഡിക ചൊല്ലിയിട്ട് നമുക്ക് ഭാഗവതം അല്പം വായിക്കാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ. കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബത. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കീഴിൽ ചെയ്ത ശുഭ അശുഭ കർമ്മം
മേലിൽ സുഖദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ട് ഒരുവനുമുണ്ടോ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിടകിണ്ട വന്നാൽ യമഭടർ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ കൂപേ വീണുഴലുന്നതുപോലെ ഗേഹേ വാണുഴലുന്നു ജനാനാം ആവൽഗണം അകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ. നമ്മൾ പ്രഥമ സ്കന്ധം, അതായത് വേദവ്യാസ മഹാമുനി ചമച്ച ഈ ഭാഗവതം ശിഷ്യനായ ശുഗമഹാമുനി, അതായത് സൂതൻ, നദീതീരത്ത് സരസ്വതി നദീതീരത്ത് ചെന്ന് ആർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാ ശൗനക മഹർഷിമാർക്ക്. അവർ യാഗം ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് കേൾക്കുന്ന, അപ്പോൾ എന്തുവന്ന് ശ്രീശുകൻ പഠിച്ചതെല്ലാം എങ്ങനെ കിട്ടിയവർക്ക് അദ്ദേഹത്തിന് പിതാവായ വേദവ്യാസൻ കൊടുത്തത് അത് അവിടെ ചെന്ന് വിസ്തരിക്കുന്നു, ഈ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. സൂതനാൽ ഉദിതമായി ഇങ്ങനെ കേൾക്കായപ്പോൾ പ്രീതനായ മഹാമുനി ശൗനകൻ ചോദ്യം ചെയ്താൻ. അങ്ങനെ സന്തോഷം. ഇപ്പം തന്നെ പ്രസന്ന മക്കളും മറ്റ് നിർമ്മല പവിത്രൻ അങ്ങനെയുള്ള കുറേ മക്കൾ പറയുന്നില്ലേ ജഗദമ്മ, എനിക്ക് ഇനിയും കേൾക്കണം. എന്താ പ്രീതനായ എപ്പോഴെന്ത് വരും മഹാമുനി ശൗനകൻ ചോദ്യം ചെയ്യുന്നത്. ഇത്രത്തോളം ആഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥമായ ഒരു ജ്ഞാനം എന്ന് പറയുന്നതാണ്. ഭാഗവതം കേട്ടത് പോരാന്ന് തോന്നും, കൊടുത്തത് പോരാന്ന് തോന്നും. ഇത് രണ്ടും ഒരുപോലെ ആനന്ദമാണ്. കേൾക്കും തോറും കേൾക്കണമെന്ന് തോന്നുന്നതും കൊടുക്കും തോറും കൊടുത്ത പോരാ എന്ന് തോന്നും, രണ്ടും ഒരേ അവസ്ഥകളാണ്. ആഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. കൊടുക്കാൻ ആഗ്രഹം, മേടിക്കാൻ ആഗ്രഹം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് അത്രത്തോളം ആർത്തിയോടുകൂടി കൊടുക്കുകയും വേണം, ആർത്തിയോടുകൂടി തന്നെ അത് സ്വീകരിക്കുകയും വേണം. അതാണ് ഒരു ഭക്തൻ, അതായത് ഒരു കൊടുക്കുന്ന ആളിൻ്റെയും മേടിക്കുന്ന ആളുടെയും യഥാർത്ഥമായ ജ്ഞാനം. അവിടെയാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. ഇവർ രണ്ടുപേരും കൊള്ളാമോ, നല്ലതാണോ ഭഗവാൻ നോക്കും. ഈ കൊടുക്കുന്ന ആളിനും ഉണ്ടോ ഈ ഒരു സന്തോഷം, ഈ ഒരു ആനന്ദം, മേടിക്കുന്ന ആളിനും ഉണ്ടോ ഈ ആനന്ദം, ഈ ഒരു നിർവൃതി, ഈ ഒരു രോമാഞ്ചം. ഇത് കേട്ടത് പോരാ, സമയം പോയല്ലോ, കേട്ട് ഇനിയും കേൾക്കണമല്ലോ എന്ന് തോന്നുന്നത് എന്താ കാര്യം? ആ ഉള്ളത്തിൽ, ഇരുകൂട്ടരുടെയും ഉള്ളത്തിൽ ഈശ്വരനുണ്ട്. അതുകൊണ്ട് എന്നിലിരുന്ന് ചെയ്യുന്ന ഞാനൊരു ദാസി, എന്നിൽ പ്രവർത്തിക്കുന്ന പരമാത്മാവ് ചിന്തിക്കും ആർക്കിത് കൊടുക്കണം, ആര് കേൾക്കണം, അവർക്കേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഞാനൊരു ദാസി ആ നിലയിൽ പറയുന്നു. നമുക്ക് ശ്രീ പരീക്ഷത്തിൻ്റെ ജനനം ആണ് ഇനി വായിക്കാനുള്ളത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബാദരായണൻ നിജബോധമാലിന്യം തീർപ്പാൻ മോദമാർന്നത് ചമച്ചാനതിങ്ങനെയല്ലോ. എങ്ങനെയാണ് വേദവ്യാസ മഹാമുനി ചമയ്ക്കുന്നത്? ബോധമാലിന്യം തീർപ്പാൻ, നമ്മുടെ ഹൃദയം ശുദ്ധി വരുത്താനാണ്, മാലിന്യം അഴുക്ക് പോക്കാൻ. അതിനുവേണ്ടി ചമച്ചതാണ്. ബാദരായണൻ നിജ ബോധമാലിന്യം തീർപ്പാൻ മോദമാർന്നത് ചമച്ചാനത് ഇങ്ങനെയല്ലോ. എങ്ങനെയാ? ജാതനായപ്പോഴേ താൻ മുക്തനായിരിപ്പൊരു വ്യാസനന്ദനൻ നിരാശാകാരൻ ആത്മാരാമൻ
ശ്രീശുകൻ ഭാഗവതം പഠിപ്പാനങ്ങ് എന്ത് അതിൽ ആശയായത് ചൊൽകന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചൊല്ലിനാനധ സൂതൻ എല്ലാവർക്കും ആത്മാവല്ലോ കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ തൽ ഗുണങ്ങളെ അനുസരിച്ചു ഭക്തിയാ വേണം നിർഗുണത്തിങ്കൽ ചേർന്നു ലയിപ്പാനറിഞ്ഞാലും ബാധരായണൻ നിജബോധമാലിന്യം തീർപ്പാൻ മോദമാർന്നത് ചമച്ചാനത് ഇങ്ങനെയല്ലോ ജാതനായപ്പോഴേ താൻ മുക്തനായിരിപ്പൊരു വ്യാസനന്ദനൻ നിരാശാകാരൻ ആത്മാരാമൻ ശ്രീശുകൻ ഭാഗവതം പഠിപ്പാനങ്ങ് എന്ത് അതിൽ ആശയായത് ചൊൽകന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചൊല്ലിനാനഥ സൂതൻ എല്ലാവർക്കും ആത്മാവല്ലോ കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ തൽ ഗുണങ്ങളെ അനുസരിച്ച് ഭക്തിയാ വേണം നിർഗുണത്തിങ്കൽ ചേർന്നു ലയിപ്പാനറിഞ്ഞാലും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ഗുണപ്രസിദ്ധാത്മകൻ ചരിത്രങ്ങൾ ഇങ്ങൊരു ഫലശ്രദ്ധ കൂടാതെ മുനികളും സംഘനാശനകരമെന്നോർത്തു ശീലിക്കുന്നു. സംഗമോ ഭഗവന്മായ ഗുണങ്ങളിലല്ലോ ഇങ്ങനെ നിരൂപിച്ചു ശ്രീശുകൻ ഭാഗവതം തിങ്ങിന ഭക്തിയാ പഠിച്ചിടുവാൻ അവകാശം. ഭഗവൽ ഗുണങ്ങളിൽ അഭിലോപിത ചിത്തനകമേ ശുകൻ പഠിച്ചിടിനാനതു പിന്നെ നൃപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിപ്പാനുള്ളോരവകാശവും പുനരധുന ചൊല്ലാമല്ലോ. ഭാരതയുദ്ധത്തിങ്കിൽ വീരരാം നരവരന്മാരെല്ലാം മരിച്ച് ഒടുങ്ങിയിടിന ശേഷത്തിങ്കിൽ മാരുതിയുടെ ഗതയേറ്റുടൻ തുട ഞെരിഞ്ഞാരഴൽപ്പെട്ട് യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ട് അതിസങ്കടത്തോടെ ഗുരുനന്ദനൻ ചെന്നു ചതിയാൽ ഉറക്കത്തിൽ ദ്രുപദപുത്രീ സുതന്മാർ തലകളെ അറുത്ത് അവനീശ്വരൻ മുമ്പിൽ വച്ചതങ്ങവനീതും പെരികെ പ്രിയമായി അതിനാൽ അതിശുചാകരയും ദ്രുപദജാ സവിധേ ചെന്നു നിന്നു പുരുഹൂതജൻ ചൊന്നാനിതു ചെയ്തവൻ ഒരു ധരണി സൂരവരനെങ്കിലും അവൻ തല മുമ്പിൽ വച്ചിനി നിന്റെ ദുഃഖം ഞാൻ തീർപ്പനെന്ന് അൻപോട് സമയം ചെയ്ത് ആശ്വസിപ്പിച്ച ശേഷം കൃഷ്ണസാരഥിയായി തേരിലങ്ങേറി ചെല്ലും ജിഷ്ണുനന്ദനനെ കണ്ട് അശ്വത്ഥാമാവ് അന്നേരം ഭീതനായി ഓടി നാനാദിക്കുകൾ തോറും നടന്നീതു ആശ്രയം കാണാഞ്ഞ് അർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൻ അതിനെ കൃഷ്ണാജ്ഞയാ ബ്രഹ്മാസ്ത്രം കൊണ്ടു തന്നെ തടഞ്ഞങ്ങവനെയും പിടിച്ചുകെട്ടി ദ്രുപദാത്മജതന്റെ മുമ്പിൽ അടുക്കെ വച്ചു സത്യം ഭരിച്ചാൻ ധനഞ്ജയൻ. തതനു പാഞ്ചാല ഭൂപാല നന്ദന ഗുരുസുതനെ കണ്ടു ദയാവതിതാൻ അതു നേരം മനസ്സീ ഭക്തി വളർന്ന അഭിവന്ദനം ചെയ്തു തനിയെ ബന്ധം അഴിച്ചയക്കെന്നാളവൾ. ബ്രാഹ്മണോത്തമൻ ആചാര്യാത്മജനിവനല്ലോ ബ്രാഹ്മണദ്വേഷം യോഗ്യമല്ലെന്നു നൃപപുത്രി ചൊന്നത് ആദരിച്ചു ധർമാത്മജ മുകുന്ദന്മാർ നിന്നളവേറ്റം ബഹുമാനിച്ചു മറ്റുള്ളോരും നിന്നതു കണ്ടു വായുനന്ദനവൻ തന്നെ കൊന്നെടുക്കണം ചൂടാരത്നമെന്നൊരുമ്പെട്ട് വന്നവൻ തന്നോടത് യോഗ്യമല്ല അവധ്യനാകുന്നതിധരാസുരനെന്നതിനിപ്പോൾ കൊന്നതിൻ ഫലം വരുത്തിയിടുവൻ ഇവിടെ ഞാൻ എന്നരുൾ ചെയ്തു നന്ദനന്ദനൻ നാരായണൻ. പിന്നെ അങ്ങവൻ തല ശിഖയാ കൂടെ ചിരശന്യൂന സഹജമായുള്ളൊരു ചൂടാരത്നം
ചൂഴ്ന്നെടുത്ത് അവിടെ ബന്ധിച്ച ബന്ധവും തീർത്തു. പൂർണ്ണവേദനയോടെ കേണു വീണവൻ തന്നെ കണ്ടഹോ. പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടിക്കൊണ്ടുപോയാക്കി പുരിപുക്കിരുന്നരുളുമ്പോൾ കൊണ്ടനീർവർണ്ണൻ ദ്രുപദാത്മജ തന്നെ കൂടെ കൊണ്ടുപോയി കുരുക്ഷേത്രം പ്രാപിച്ചു രണാങ്കണി. പണ്ടു താൻ പ്രതിജ്ഞ ചെയ്തുള്ളതങ്ങ് അവൾക്കുള്ളിൽ ഇണ്ടലെന്നിയെ കാട്ടിക്കൊടുത്തു. പാർത്ഥന്മാരെ കൊണ്ട് യുദ്ധത്തിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതിയുണ്ടാവാൻ ശേഷക്രിയ ചെയ്യിച്ചു വഴി പോലെ. ധർമ്മജൻ തനിക്കു രാജ്യത്തെയും സമർപ്പിച്ചു. നിർമ്മലൻ ദ്വാരാവതിക്കങ്ങ് എഴുന്നള്ളിടുവാൻ തുടങ്ങുന്നേരം നിജഗർഭ വിച്ഛേദം ചെയ്യുവാൻ തുടർന്നു വരും. വിരിഞ്ചാസ്ത്ര വേഗത്താൽ ഉള്ളം നടുങ്ങി ശരണമായി ഉത്തര കരയുമ്പോൾ മടങ്ങി കുരുകുലം രക്ഷിപ്പാൻ അഖിലേശൻ ഗർഭത്തെ സ്വമായയാ മൂടി രക്ഷിച്ചു വച്ചു. ശില്പുമാൻ ഒരുമ്പെട്ട യാത്ര കണ്ടതു നേരം കുന്തിയും പുത്രന്മാരും ശ്രീപാദാമുജത്തിങ്കൽ അന്തികേ നമസ്കരിച്ചന്തർമോദേന ചൊന്നാർ. സന്തതം സദാം ചിത്താന്തസ്ഥിതനായുള്ളോരു നിന്തിരുവടി എൻ്റെ സന്തതി ജാതങ്ങളെ സന്തോഷിപ്പിച്ചു രക്ഷിച്ചിടുവാൻ ഇവിടെ നിന്ന് എന്തെല്ലാം ദുഃഖം അനുഭവിച്ചു. ജഗൽപദേ ചിന്തിച്ചാലത് സുഖം അങ്ങെന്നു വരികിലും നിന്തിരുവടിക്കായി കൊണ്ടെപ്പോഴും നമാമ്യഹം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ബന്ധുവത്സലനായ നിന്നെ വേർപെട്ടാൽ ഇവരന്ധരാമെന്നു ദയാസിന്ധു ഞാൻ ചൊല്ലേണമോ. സർവാത്മാ സർവജ്ഞനാം നിന്തിരുവടി എന്നാൽ സർവാപരാധങ്ങളും ക്ഷമിച്ചു ചെറുതിന്നും വാഴേണം ഇവിടെ പാഴായി വരും അല്ലെന്നാകിൽ താഴാമേലിളപ്പവും ഉണ്ടാം എന്നവൾ ചൊല്ലും. നിർബന്ധ മധുരവാക്യസ്തുതികളെ കേട്ട് സൽബന്ധു തെളിഞ്ഞു തത്രൈവ വാണിയിടും കാലം. ധർമ്മജൻ രാജ്യലോഭം കൊണ്ടു താൻ ചെയ്തതെല്ലാം ദുർമതമെന്നു ചിന്തിച്ച് അന്ധനായി ചമകയാൽ ധർമാധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ട് നിർമ്മലൻ ഉപദേശിപ്പിച്ചതും അടക്കിനാൻ. ധർമാധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ടു നിർമ്മലൻ ഉപദേശിപ്പിച്ചതും അടക്കിനാൻ. പിന്നെ ഗംഗാദത്തൻ കൃഷ്ണനെ കണ്ടു തെളിഞ്ഞ് അന്യൂന ഭക്തിയ നിജ ചിത്തത്തിൽ ഉറപ്പിച്ചു വർണ്ണിച്ചു. ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ടു പുണ്യവാൻ തൻ്റെ ശേഷക്രിയകൾ അതും ചെയ്തു. ഹസ്തിനപുരിപുക്ക് രാജ്യവും പരിപാലിച്ച് അത്തലും ഒഴിച്ചു വാണിടിനാൻ ധർമാത്മജൻ. കൃഷ്ണനും പൗരാണിക ആചാര്യനാം ധൗമ്യൻ താനും ജിഷ്ണു ഭീമാദികളും ഒത്തുപോയി പനിമലപുക്കുടൻ നിധിയെടുത്ത് അശ്വമേധവും കഴിച്ചുൾക്കാമ്പിൽ ധർമാത്മജൻ എത്രയും സുഖം ചേർത്ത് വർത്തിച്ചു. കൂടെ പിരിയാതെ 4-5 മാസം ഉത്തമ ശ്ലോകൻ തത്ര വസിച്ചോരനന്തരം കുന്തിയെ കണ്ടു വന്ദിച്ച് അന്തസ്ഥാപവും തീർത്ത് കുന്തി നന്ദനന്മാരോട് അനുവാദവും കൊണ്ട് ശ്രീമദ്വാരകാപുരിക്കങ്ങെഴുന്നള്ളിയിടിനാൻ. കാമതൻ തന്നെ കണ്ടു സുഖിച്ചാരെല്ലാവരും. അക്കാലം ചക്രായുധൻ മായയാ ഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്നൊരു പുത്രനെ പ്രസവിച്ചാൾ. മാത്സ്യനന്ദന പരീക്ഷിച്ചെടുത്തുളനായ പുത്രന് പരീക്ഷത്തിന്നിട്ടിതു നാമത്തെയും. അക്കാലം ചക്രായുധൻ മായയാ ഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്നൊരു പുത്രനെ പ്രസവിച്ചാൾ. മാത്സ്യനന്ദന പരീക്ഷിച്ചെടുത്തുളനായ പുത്രന് പരീക്ഷിത്തിന്നിട്ടിതു നാമത്തെയും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഭക്തിപൂർവ്വം ഇത് വായിച്ച് മനസ്സിലാക്കുക. എൻ്റെ അറിവിനൊത്ത് ഞാൻ ഇത്രയൊക്കെ ചൊല്ലാൻ പറ്റുന്നുള്ളൂ. എല്ലാവരും മനസ്സിലാക്കി ഇത് മുന്നോട്ട് ഇതിനും അധികമായി മനസ്സിലാക്കണം. എല്ലാവരും ഭക്തി ഉണ്ടെങ്കിൽ എല്ലാ മക്കൾക്കും ഇതിനപ്പുറത്തേക്ക് പോകാം. എന്താ വെച്ചാൽ ഈശ്വരൻ ഉള്ളത്തിലായി കഴിയുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഉള്ളത്തിൽ ഗുരുവായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടതുപോലെ എല്ലാം തന്നിരിക്കും. അത് ഒന്നുകിൽ ഒരു യഥാർത്ഥമായ ഒരു ഒരു ജ്ഞാനിയായ ഒരു ഗുരുവിനെ കിട്ടും, അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ തന്നെ പരമാത്മാവ് വസിക്കും. എന്തുവായാലും ഭാഗവതം നന്നായി പഠിച്ച് വരുമ്പോൾ നമ്മൾ ഇത് ആയിത്തീരുമ്പോൾ അതാണ് യഥാർത്ഥം. നമ്മൾ ഇതെന്താണ് ഇതിൽ പറയുന്നത്, അത് നമ്മൾ ആയിത്തീരുക, അല്ലാതെ വായിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ ആയിത്തീരണം, പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് പരമാനന്ദത്തിൽ ലയിക്കാൻ. ബ്രഹ്മസായുജ്യം, അഹം ബ്രഹ്മാസ്മി ഇങ്ങനെ പറയുന്നതെല്ലാം അപ്പോഴാണ് ഒത്തുവരുന്നത്. അതിനുള്ള ചുവടുകളാണിതെല്ലാം. ഭക്തി വർദ്ധിക്കാൻ വേണ്ടി വേദവ്യാസ മഹാമുനി കൊണ്ട് നാരദ മഹാമുനി ചെയ്യിച്ചതാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിച്ചിട്ടൊന്നും ചമച്ചിട്ടൊന്നും വേദവ്യാസ മഹാമുനിക്ക് ആനന്ദം ഉണ്ടായില്ല. എന്താ വെച്ചാൽ ഈ ഭഗവാനോടുള്ള ഭക്തിയും ഒരു ആനന്ദ ലഹരി കിട്ടിയില്ല. അപ്പോഴാണ് നാരദ മഹാമുനി അവിടെ ചെന്നു. അദ്ദേഹത്തിന് വാങ്ങപ്പോഴാണ് ഇങ്ങനെ ഭഗവത് കഥകൾ ഇത് നിർമ്മിക്കാൻ ഇത് ചമയ്ക്കാൻ പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഭക്തി ഇത് എല്ലാം ആനന്ദം ഉണ്ടായി. അത് നമ്മളിലേക്ക് ഇത് പകർന്നു വരണം. വേദവ്യാസ മഹാമുനിയിൽ കൂടി ശ്രീശുഖ മഹാമുനിക്ക് കിട്ടിയതുപോലെ അവിടെ നിന്ന് നമ്മളിലേക്ക് ഇങ്ങനെ കടന്ന് തലമുറ പോകുന്തോറും ഇതിങ്ങനെ ഒരു ചങ്ങല കോർത്തതുപോലെ നമ്മളെല്ലാം ഒരു ചരടിൽ കോർത്തതുപോലെ നമ്മളെല്ലാ ഭക്തന്മാരും ഇത് മനസ്സിലാക്കി ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ വേണ്ടിയാണ് ഇത് നീ തന്നേക്കുന്നത്. ഇത് നഷ്ടപ്പെടുത്തി കളയാതെ ഈ ജന്മം ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടാനുള്ളതല്ല. അത് എങ്ങനെ കിട്ടി? അത് സുഹൃതം, കഴിഞ്ഞ ജന്മത്തെ വാസന. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും കിട്ടുന്നതല്ല, ഇത് ഭഗവാൻ വിചാരിച്ചവർക്ക് മാത്രമേ കിട്ടൂ. അപ്പോൾ അതെങ്ങനെ അത് ഫലവത്താക്കാൻ എല്ലാ ഭക്തമക്കളും ആത്മാർത്ഥമായി ഇത് ഉൾക്കൊണ്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.